എമ്പുരാൻ സിനിമ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്ന വാദവുമായി ഇപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി അടക്കം വരുന്ന കാഴ്ചയുണ്ട്. ഒപ്പം മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ രൂക്ഷ വിമർശനവുമായി RSSൻ്റെ മുഖവാരിക ഓർഗനൈസർ തന്നെ രംഗത്തെത്തുന്നു. ഹിന്ദുക്കളെ നരഭോജികളായി ചിത്രീകരിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി മനു കൂടി ചേരുകയാണ്. മനു, എന്തൊക്കെയാണ് ഓർഗനൈസറിൽ? അതായത് ഇത് ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും ഒരു ഓർഗനൈസിങ് രീതിയാണെന്നാണ് ഓർഗനൈസറിലെ ഈ ലേഖനം തന്നെ വ്യക്തമാക്കുന്നത്, അല്ലേ? എന്തൊക്കെയാണ് ഓർഗനൈസറിൽ പറയുന്നത്? തീർച്ചയായും അജിംഷാദ്, ഇത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇപ്പോൾ മോഹൻലാലിനും ഒപ്പം തന്നെ പൃഥ്വിരാജിനും എമ്പുരാൻ ടീമിനുമെതിരെ ഈ ആക്രമണം വരുന്നതെന്ന് വളരെ വ്യക്തമാവുകയാണ്. ഇപ്പോൾ RSSൻ്റെ മുഖമാസികയായ ഓർഗനൈസർ തന്നെ വലിയൊരു ലേഖനം, ഒരുപാട് പേജുകളുള്ള ഒരു ലേഖനത്തിലൂടെ രൂക്ഷമായ വിമർശനം എമ്പുരാൻ ടീമിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നതാണ്. അതിൽ അവർ ഏറ്റവും എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ ഹിന്ദുത്വ വിരുദ്ധ ദേശവിരുദ്ധ സിനിമയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സംഘപരിവാറിനെ വിമർശിച്ചാൽ അത് ദേശവിരുദ്ധമായി പോകുന്നു, അല്ലെങ്കിൽ അത് ദേശവിരുദ്ധതയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മോഹൻലാൽസ് എമ്പുരാൻ, പൃഥ്വിരാജ് സുകുമാരൻസ് ഫിലിം എക്സ്പ്ലോയിറ്റ്സ് പോസ്റ്റ് ഗോദ്ര റയറ്റ്സ് ടു പുഷ് ആൻ ആൻറ്റി ഹിന്ദു പൊളിറ്റിക്കൽ അജണ്ട. അതായത് ഒരു ആൻറ്റി ഹിന്ദു പൊളിറ്റിക്കൽ അജണ്ട സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഹിന്ദുക്കളെ നരഭോജികളായി ചിത്രീകരിക്കാനാണ് ഈ സിനിമ ശ്രമിച്ചിരിക്കുന്നത്. അത് അനുവദിക്കാൻ കഴിയില്ല. ഇതിൽ ദേശവിരുദ്ധതയാണ്, ഇത് ആൻറ്റി ഹിന്ദുത്വ മൂവ്മെൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മോഹൻലാൽ അതിന് പോയി കൂട്ടുനിന്നു. പൃഥ്വിരാജ് സുകുമാരൻ അയാളുടെ ഹിന്ദു വിരുദ്ധ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് നേരത്തെ തന്നെ പേര് കേട്ടയാളാണ്. ആ സിനിമയിലേക്ക് മോഹൻലാൽ പോയി കൂട്ടുചേരുകയായിരുന്നു. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. മോഹൻലാലിൻ്റെ ആരാധക വൃന്ദത്തെ ഇല്ലാതാക്കുന്നതായിരിക്കും ഇതുപോലുള്ള സിനിമകളിൽ തലവെക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഓർഗനൈസർ പറഞ്ഞു വെക്കുന്നത്. ഓർഗനൈസറിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ വിമർശിച്ചൊരു ലേഖനം പറഞ്ഞെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് പറയാൻ പറ്റും. അത് RSSൻ്റെ നിലപാടാണ്, അത് സംഘപരിവാറിൻ്റെ നിലപാടാണ്. ഇതിനപ്പുറത്തേക്ക് അവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല എന്നത് തന്നെയാണ്. അതായത് ഈ സിനിമയുടെ കണ്ടന്റ് കൊള്ളേണ്ടയിടത്ത് കൃത്യമായി കൊണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അജിംഷാദിന് അറിയാമല്ലോ, ഗുജറാത്ത് കലാപമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ ഒരു പുതുചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ബി.ജെ.പി വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസാകുന്നത്. ആ സിനിമയിൽ ഗോദ്ര കലാപത്തെക്കുറിച്ച് കൃത്യമായ റെഫറൻസുകൾ വരുന്നത്, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആദ്യത്തെ അരമണിക്കൂറിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കലാപമേ നടന്നിട്ടില്ല എന്നൊരു ചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ വസ്തുത ഒരു സിനിമ എന്ന് പറയുന്ന ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഒരു മാധ്യമത്തിലൂടെ പുറത്തു വരുമ്പോൾ അത് വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് സംഘപരിവാർ ശക്തികളെ. RSSൻ്റെ ഈ ലേഖനത്തിലെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ അത് വേണം വായിച്ചെടുക്കാൻ. അതായത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനി അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ അങ്ങ് മാറ്റിവെച്ചോളൂ, ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ, അതല്ല സംഘപരിവാർ ശക്തികൾക്കെതിരെ നിങ്ങൾ പേനയുന്താൻ തുനിഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ ഈ രാജ്യത്ത് കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് ഈ വാക്കുകളിൽ നിന്നടക്കം നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെയൊക്കെ ചൂട്, അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോവുകയാണ്. ഈ പറയുന്നത് പോലെ ഇത് RSSൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായമാണ്. ഓർഗനൈസറിൽ ഒരു ലേഖനം വരിക അല്ലെങ്കിൽ ഒരു അഭിപ്രായം വരിക എന്ന് പറഞ്ഞാൽ അത് നാഗ്പൂരിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ RSSൻ്റെ നേതൃത്വം ഈ സിനിമയെ അങ്ങനെ കാണുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ ഇത് ഹിന്ദുത്വ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ കണക്കാക്കിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ ദേശവിരുദ്ധതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ രാജ്യത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടിൻ്റെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെ ദേശവിരുദ്ധതയാകും, സംഘപരിവാറിനെ വിമർശിച്ചാൽ അതെങ്ങനെ ദേശവിരുദ്ധതയാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല അജിംഷാദ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണം ഈ ലേഖനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. മാത്രമല്ല ഇത് മനു, ഇതിലെ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പം മനു സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഗ്രാവിറ്റി പൂർണ്ണമായും വ്യക്തമാകുന്നത് ഇങ്ങനെയാണ്. കാരണം ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡിൽ അംഗീകാരം കിട്ടില്ലായിരുന്നു. സെൻസർ ബോർഡിൻ്റെ അംഗീകാരം കിട്ടിയെത്തിയ സിനിമ RSSൻ്റെയും ബി.ജെ.പിയുടെയും രാഷ്ട്രീയത്തിനെതിരാണ് എന്ന ഒറ്റ കാരണത്താൽ അതിനെ രാജ്യവിരുദ്ധ പട്ടികയിൽ പെടുത്തിയിട്ട് ആക്രമിക്കുകയാണ്. ഇപ്പോൾ മനു സൂചിപ്പിച്ച പോലെ ഓർഗനൈസറിൽ അത് വരിക എന്നുണ്ടെങ്കിൽ അത് നാഗ്പൂരിൽ നിന്നുള്ള കൃത്യമായ സന്ദേശത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ഇവിടെ കാണുന്ന കോലാഹലങ്ങളും ഒക്കെ അത് തന്നെയാണ്.
തീർച്ചയായും അതിനൊപ്പം ഒരു Social സംശയം media വേണ്ട. കാരണം നാഗ്പൂരിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അജിംഷാദ് പറഞ്ഞല്ലോ, സെൻസർ ബോർഡിന്റെ കാര്യം പറഞ്ഞല്ലോ. സെൻസർ ബോർഡിൽ ഈ പടം കണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആകെ 2 കട്ടുകൾ മാത്രമാണ് ആ സിനിമ സെൻസർ ബോർഡിന് മുൻപിൽ സമർപ്പിച്ചപ്പോൾ വന്നിരുന്നത്. ആ 2 കട്ടുകൾ നടത്തിയാണ് സിനിമ പുറത്തു വന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ BJP കോർ കമ്മിറ്റി ചേർന്നപ്പോൾ സംഭവിച്ചെന്താണ്? സെൻസർ ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനം വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അജിംഷാദ്, നിങ്ങൾ ഇനി ഈ രാജ്യത്ത് ഒരു സിനിമയോ ഒരു കലാപ്രവൃത്തിയോ രൂപപ്പെടുത്തി എടുത്താൽ അതിന് നാഗ്പൂരിൽ നിന്നോ അതല്ലെങ്കിൽ സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളിലോ കാണിച്ച് സർട്ടിഫിക്കറ്റ് നേടിയെടുത്ത് മാത്രം പ്രദർശിപ്പിച്ചാൽ മതി എന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എത്തി നിൽക്കുകയാണെന്നേ. ഞാൻ ഈ സിനിമ കണ്ടത് അജിംഷാദ്, അതിൽ ഈ പറയുന്ന RSSനെയോ അല്ലെങ്കിൽ BJPയോ പേരെടുത്ത് ഒരിടത്തും പറയുന്നില്ല. ഗുജറാത്ത് കലാപത്തിന്റെ കാര്യം കൃത്യമായി പറയുന്നു. ബാബു ബജറംഗി എന്ന് പറയുന്ന സംഘപരിവാർ നേതാവിനെ വില്ലനായി ഇതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ തെഹൽക്കയുടെ അഭിമുഖം കിടക്കുകയല്ലേ, അന്നത്തെ ഒളിക്യാമറ ഓപ്പറേഷൻ കിടക്കുകയല്ലേ, നരോദയ പാർട്ടിയെ കൂട്ടക്കൊലയെ കുറിച്ച് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത്, അതിന് നേതൃത്വം കൊടുത്തതിനെ കുറിച്ച് അയാൾ പറയുന്നതൊക്കെ ഇപ്പോഴും പൊതുമധ്യത്തിൽ പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എമ്പുരാൻ ടീം കാണിച്ച ആ ഒരു ധൈര്യമാണ് ഇവരെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അജിംഷാദിന് അറിയാമല്ലോ, ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചപ്പോൾ ഈ രാജ്യത്തുണ്ടായത് എന്താണെന്ന് അറിയാമല്ലോ. BBC എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമത്തിന് നേരിടേണ്ടി വന്നൊരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ വിലക്കി വാങ്ങപ്പെടുകയാണ്. നാളെ ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളൊരു കാര്യം എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ചിത്രീകരിച്ചാൽ മതി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇപ്പോൾ എമ്പുരാൻ സിനിമ എടുക്കാം. ആ സിനിമയിൽ ഈ പറയുന്ന സംഘപരിവാർ ശക്തികളെ മാത്രമല്ല എല്ലാവരെയും വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ CPIM-നെ മറ്റൊരു പേരിൽ ആ പടത്തിൽ വിമർശിക്കുന്നുണ്ട്, കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്, മറ്റൊരു തരത്തിൽ വിമർശിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഈ പടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണവുമായി വന്നത് നമ്മുടെ ആരുടെയും ശ്രദ്ധയിലില്ലല്ലോ. ഒരു വിമർശനം പോലും പറഞ്ഞിട്ടില്ലല്ലോ. ആ സിനിമയെ സിനിമയായിട്ട് അതിന്റെ വഴിക്ക് വിടുകയാണ്. പക്ഷേ ഇവിടെ ഈ സിനിമയ്ക്കകത്ത് BJP എന്നോ RSS എന്നോ സംഘപരിവാർ എന്നോ പറയുന്നില്ല. പക്ഷേ ഗുജറാത്ത് കലാപം കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് കൊള്ളുന്നത്, ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ പൊള്ളലെല്ലാം വരുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബീർബൽ കഥയിൽ പറഞ്ഞതുപോലെയാണ്, മോഷ്ടാക്കളെ തലയിൽ തപ്പു. അതാണ് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. ഒരു പേരും പറയാതെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്, ഗോധ്ര കലാപത്തെക്കുറിച്ച് ആ സിനിമയിൽ റെഫറൻസ് കാണിക്കുമ്പോൾ ഇവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്, നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി ഇന്നലെയൊക്കെ ഇവരുടെ അനുകൂല മാധ്യമങ്ങളിലൊക്കെ എന്തൊരു ചർച്ചയാണെന്ന് അറിയാവോ? അതായത് ഈ മോഹൻലാലിന് അതൃപ്തി, മോഹൻലാൽ അറിയാതെയാണ് കഥ ഇതിലേക്ക് മാറ്റി നോക്കിയാണ്. സത്യത്തിൽ പരിഹാസ്യമായി പോവുകയാണ് കേട്ടോ ഈ സംഘപരിവാർ മാധ്യമങ്ങൾ. മോഹൻലാലിനെ പോലെ രാജ്യം അറിയുന്ന, ലോകം അറിയുന്ന ഒരു നടൻ, അയാൾ അറിയാതെ അയാൾ ഒരു സിനിമയ്ക്ക് കഥയ്ക്ക് തലവെച്ച് കൊടുക്കുകയാണോ? എത്ര പ്രോസസ്സുകളിലൂടെയാണ് അജിംഷാദ് ഒരു സിനിമ രൂപപ്പെടുത്തിയെടുക്കുക? ഒരു കഥ വരുന്നു, അത് തിരക്കഥയാകുന്നു, അത് പലവട്ടം ഡിസ്കഷൻ നടത്തുന്നു, അതിന്റെ നായകനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ പലവട്ടം ഡിസ്കഷൻ നടത്തിയാണല്ലോ ചർച്ചകളിലേക്ക് വരുന്നത്. എന്നിട്ട് മോഹൻലാൽ അറിയാതെയാണ്. അതിന്റെ ഉദ്ദേശം എന്നറിയാവോ? ഇവർക്ക് അറിയാം മോഹൻലാലിനെ ആക്രമിക്കാൻ പോയാൽ പണി പാടുമെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ മോഹൻലാലിനെ മാറ്റി നിർത്തിയിട്ട് പതിയെ പൃഥ്വിരാജിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. കാരണം പൃഥ്വിരാജ് പണ്ട് തൊട്ടേ ഇവർക്ക് രാജപ്പനാണ്. കാരണം അയാളുടെ നിലപാടുകൾക്കെതിരെ എന്നും ശക്തമായ നിലപാട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളതാണ് സംഘപരിവാറിനെതിരെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിലൊക്കെ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എന്ന് ഇവർക്ക് കണ്ണിലെ കരടാണ്. അപ്പോൾ പൃഥ്വിരാജിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ്. ഇതിന് പറഞ്ഞു വെക്കുന്നത് എന്താണ്? മോഹൻലാൽ ഇതുപോലുള്ള സിനിമകൾക്ക് പോയി തലവെച്ച് കൊടുത്താൽ മോഹൻലാലിന്റെ ആരാധക വൃന്ദം ഇല്ലാതായി പോകുന്നു.